ഞാക്ക് ചുമ്മ കൊണ്ട തന്നിക്ക്. ഇത് ഇങ്ങക്കല്ല, ഹിന്ദിക്കാർക്കാ. എനിക്ക് വേറെ പണിയില്ലേ ഹിന്ദിക്കാർക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഓലും മനുഷ്യന്മാരല്ലേ ജാനെടുത്തിയെ? ആ മനുഷ്യന്മാർ. മോളെ, അമ്മയുടെ മമ്മി ഹാ അയ്യേ, നോമ്പ് തുറന്ന സാധനം. ഹാ ശരിയേ. Hey, वो मुसलमान है, वो लोग बीफ खाता है. गंगा, गंगा, करिश्मा, इधर आओ. क्या है? मुसलमान का खाना हम लोग को नहीं चाहिए. मत खाओ बेटी, खाना पूरा फेंक दो. पापा क्या है? मुसलमान का खाना नहीं चाहिए. എല്ലാം കാണാരേട്ടാ ബാതിലടക്കാണ്ട് നിങ്ങൾ എവിടെയാ പോയേ? ഞാൻ മുനീറിന്റെ പുറക്കൊന്ന് പോയേന്. എന്നാലെന്താ ബാതിലടക്കണ്ടേ? ഇവിടെ താത്ത എന്താണ് നിധി ഉണ്ട്. അപ്പുറം ബംഗാളിയോട് വാർത്തേരേ എന്താ സമാധാനം പോയി. ജാനു ഓൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. 10-5 കൊല്ലായിട്ട് ഓൻ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളതല്ലേ. നിങ്ങൾ ഇതിന് നമ്മളെ ചെക്കൻ്റെ പോരപ്പണി ഓന് കൊടുത്ത്. ഓന് പണി അറിയാ, അതുകൊണ്ട് ഇക്ക നല്ല സ്മെല്ലുണ്ട്. ഇവിടെ ടാങ്ക് ബ്ലോക്ക് ആയതാ. ആരെ കൊണ്ടൊന്നും കോരിക്കേണ്ടി വരും. നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പുറത്തുള്ള ബംഗാളിനോട് പറ. ഡാ മുനീറേ, ആ മണത്തിട്ട് ഞാൻ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ജാനു ചേച്ചി ആള് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യൂ. ആ എന്നാ വേഗം എന്തെങ്കിലും ആക്ക്. ജാനു ചേച്ചിക്ക് എന്തെങ്കിലും ചെറിയത് മതി പിണങ്ങുവേ. നിങ്ങളിപ്പം തന്നെ ചെല്ലി ആവൂലേ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയിട്ട് വരുന്നു. ആ മോളെ, നാഗേന്ദ്ര ഭായില്ലേ? पापा जी क्या? എൻ്റെ വീട്ടിൽ ഏത് ഭാഷ? ഗർ മേര ഗർ. മലയാളത്തിൽ പറഞ്ഞോ? ആ എൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യോ? ചേട്ടാ ഞാൻ ഇപ്പം ടോയ്ലറ്റ് പണി ചെയ്യാറില്ല, വീട് പണി മേസ്ത്രി. അയ്യോ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല, ഈ പണി ഇപ്പം ആരും ചെയ്യടില്ല. ഓക്കെ ശരി എന്നാൽ. ഓ സോറി. മുസ്ലിമാൻ പാഗലാദ്മി. നിർത്തിക്കോ, പണി നടക്കുവല്ല. ഇനി എൻ്റെ ഒരു പണിയെടുത്തോളടാ. എനിക്ക് ഉളുപ്പുണ്ടാ ഹിന്ദിക്കാർ അടിമ പണിയെടുക്കുവേ. നിങ്ങളെയൊക്കെ പണിയില്ലല്ലോ, ഞാൻ ഇവരോട് വന്ന്. അതിനിപ്പോൾ എന്താ? ഇങ്ങപ്പോലത്തെ ഒരു കാരണടാ എനിക്ക് ഇവിടെ പണിയില്ലാണ്ടായേ. ക്യാ ചേട്ടാ? എൻ്റെ തന്ത എടുത്തോടാ. യാ ഭായ്, എന്നാ പ്രശ്നം? ഇതെൻ്റെ പണിയല്ലേ, നിങ്ങളാരാ ഈ പണിയെടുക്കുവേ? എനിക്ക് കണാർ ഭായ് തന്ന പണി നിങ്ങൾക്ക് അവരെ വീട്ടിൽ പോയി ചോദിക്കാം. എന്ത് ചോദിക്കുവേ? ഇതെന്റെ പണിയാ. ഒരു ബംഗാളി പിടിച്ച് പണിയെടുക്കണ്ട. ഓടാ ഹിന്ദിക്കാരാ. എന്ത് ചോദിക്കുവേ? എന്താണ് ബംഗാളാക്കുന്ന? ഇതെന്താ പണിയാണ് നിങ്ങൾ എടുക്കുകയും ചെയ്തിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കുവേ? എന്ത് പറഞ്ഞു തീർക്കുവേ? എന്തെന്താ പ്രശ്നം? ഇത് ഞാൻ എടുത്ത പണിയാ, ഇവരെങ്ങനെ എടുക്കുക? ഇത് ഇവരെ പണിയല്ലേ, നിങ്ങൾ എങ്ങനെ എടുക്കുക? നീ ആരാ ഇത് ചോദിക്കാൻ? കണ്ടില്ല മുന്നീറ ഇറ്റിയുള്ള അഹങ്കാരം. നമ്മൾ ഇടവൽക്കാർ തമ്മാൻ ഒരു പ്രശ്നം വേണ്ട. നമുക്ക് കനാലത്തിൻ്റെ അടുത്ത് ആലോചിച്ച് തീരുമാനിക്കാം. എന്തടവലക്കാറ്? ബംഗാളിൽ നിന്നങ്ങ് വന്ന് ഇവ എന്തടവല? നിങ്ങൾക്ക് ബാ, നിങ്ങൾ ബാ. അത് വെറുതെ ഇവനെക്കൂടെ രക്ഷയില്ല. എന്റെ പണി തീർത്തിപ്പ് ഇവനാ എടുക്കുന്നത്. നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ബാ. എത്ര നേരമായി ചക്കരി ഉണ്ടാക്കുന്ന? അല്ലാന്ന് രണ്ടാമത്തെ ഓരോരുത്ത് പോകുന്നല്ലേ, നമ്മൾ ഒറ്റക്കായി പോയില്ലേ ഇവിടെ? എന്താക്കോ ജാനും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഓല ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അല്ല കാണാറച്ച, നിങ്ങൾ ചെയ്ത ശരിയാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഞാൻ നാടഞ്ഞ കടിച്ചു കപിടിച്ചിട്ട് നിങ്ങളെ പുറപ്പണി തറ കെട്ടിയ മുതൽ ചുമര് കെട്ടും വരെ ഞാനാ. പിന്നെ നിങ്ങൾ അപ്പാട് വേറെ ആക്കും കൊടുക്കല. എന്റെ മൂത്ത മോന്റെ പണിക്ക് എനിക്കല്ലേ തന്നെ, അതോടെ ഞങ്ങൾക്ക് മതിയായിക്ക്. ഞാൻ എന്താക്കി നിങ്ങൾ പറയുന്നേ? 6 മാസം കൊണ്ട് തീരേണ്ട പണി 1.5 കൊല്ലം കൊണ്ട് അത് തീർത്ത്. അത് വർത്താൻ ഞാൻ എടുത്ത് നിങ്ങൾ പറയുന്നേ? എന്റെ പണിക്കാരായിട്ട് ഈ കണാർച്ചല്ല അന്ന് വെറുതെ അടി ഉണ്ടാക്കിയത്? വെറുതെയാ? ഇഞ്ച പണിക്കാർ 8:30 വന്നിട്ട് 1:30 കാര്യം, പിന്നെ അടി ഉണ്ടാക്കണ്ടേ? അത് മാത്രാ മൊബൈൽ നോക്കി നിൽക്കും എല്ലെണ്ണോ. എന്നെ വെറുപ്പിച്ചിട്ട് അങ്ങ് ബംഗാളിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന എനിക്കൊന്ന് കാണണോ? ഞങ്ങൾക്ക് ഇവിടെ യൂണിയനും കാര്യം ഉണ്ടല്ലോ. ആ കഴിഞ്ഞോട്ടെന്നാലി നീ ചേലക്കാട്ടി പോടിയ ബംഗാളിനെ കണ്ടിപ്പോ മലയാളി വേണ്ടല്ലേ കാണിച്ച പണിയെടുക്കുന്നവനാടാ.
പണിക്ക് വിളിക്കാൻ പറ്റൂ. ഇക്കാക്ക് ഹിന്ദി അറിയാവാ? നാഗേന്ദ്രക്ക് നല്ല മലയാളം അറിയാടോ. ആ काम करेगा तो अच्छा से काम करो. हाँ क्या भाई? ഞാൻ പെരുന്നാക്കിന് ക്ഷണിക്കാൻ വന്നതാ. അന്നത്തെ ദിവസം ഉച്ചക്ക് നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം ഫുഡ്. കരിഷ്മ വരണേ. ചേട്ടാ നിങ്ങൾ ബീഫ് കളിക്കൂ, ഞങ്ങൾ വരില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബീഫ് വെക്കില്ല, ചിക്കൻ മാത്രമേ വെക്കൂ അല്ലേ? എന്തായാലും വരണം. അത് ശരിയാവില്ല ചേട്ടാ, ഞങ്ങൾ വരില്ല. ആ ശരി. എന്താ ചേച്ചി? എന്റെ കണ്ടത്ത് തുപ്പിയോ പോലെ എന്നെ എച്ചിന്നാ വിളിക്കുന്നേ. എന്തെന്നാ ജാനു? ഓൻ നമ്മളെ കണ്ടത്ത് തുപ്പി. ഞാൻ ഒന്നും ചെയ്തില്ല ചേട്ടാ. നീ ഒന്നും ചെയ്യണ്ട, മലയാളത്തെ കൊല്ലാണ്ട് പോണ്ടിയായിരുന്നു. പാകലാക്കി അതെന്താ പോരപ്പണി നിർത്തി വെച്ച്? മസു പ്രശ്നം ഉണ്ടാക്കും. പശു അല്ല, മധു. ജാനുവേച്ചി ഞാൻ കുറേ നേരമായി വിചാരിക്കുന്നു ഇനി എന്താ കൊണ്ടുവരാത്തതെന്ന്. ഞാൻ വരുന്നേ. പണി സൈറ്റിൽ എന്തെന്നാടാ പ്രശ്നം? കണ്ണാര ഭായ്, മസു പണിസായിട്ട് പ്രശ്നം ഉണ്ടാക്കും. നീ നാളെ മുതൽ പണി തുടങ്ങിക്കും. ഓൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളൂ. നോമ്പുറേൻ്റെ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. नहीं नहीं मुश्किल है. അച്ഛാ കാനായ കുറച്ച് കഴിക്കടാ. वो मुसलमान बीफ കഴിക്കൂ, उनके बसरो നമുക്ക് വേണ്ട. मुस्लिम लोग अच्छा नहीं है. केरला में सब लोग अच्छा है, क्या ऐसा बोल रहा है? ചേട്ടാ आपको पता नहीं. കേരളത്തിൽ ഞങ്ങൾ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും എല്ലാം ഒന്നായിട്ടാടാ കഴിയുന്നത്. ഇഞ്ച നാട് പോലെയല്ല. ഓ മുസ്ലിം അത് തിന്നില്ല എന്ന് പറയുന്നു. ഇഞ്ച മനസ്സിലുള്ള വർഗീയതയിൽ ഇഞ്ച നാട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ കേരളത്തിൽ വെച്ച് പണിയെടുക്കുക. ഇനി ഈ ചാ വർത്താനം ഇവിടുന്ന് പറയണേ, ഈ നാട്ടിൽ നിന്ന് ഞാൻ ഓടിക്കും കേട്ടിക്കാ. കേരള കോട്ടവും കണ്ടിരി. पापा मम्मी दरवाजा खोलो. पापा मम्मी ഉഠോ ഉഠോ ഉഠോ. पापा मम्मी കരയെന്താണല്ലോ. വാതിലോർക്ക്. दरवाजा खोलो. पापा मम्मी क्या हुआ? कुछ गले में हट गई. पापा बेटी खोलो 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 बेटी, खोलो बेटी, खोलो मम्मा खोलो बेटी 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 मम्मा मेरा बेटी 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 मम्मा बेटी 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 നിങ്ങൾ വാ, ഞാൻ വണ്ടി എടുക്കാം. ഡോക്ടർ സനക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ തക്ക സമയത്ത് എത്തിച്ചുകൊണ്ട് കുട്ടിയെ സേഫാണ്. ഞങ്ങളതങ്ങ് എടുത്തറിഞ്ഞു. നിങ്ങൾ കയറി കണ്ടോളി. बेटी പേടിക്കാനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിട്ട്. അല്ലടാ ഇഞ്ച മോക്ക് സുഖണ്ടാ? സുഖമുണ്ട്. കറക്റ്റ് സുഖം സമയത്ത് എത്തിച്ചത് കൊണ്ട് നന്നായി എന്നാ ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടർ പേരെന്നാ? സബാസ്റ്റ്യൻ. ഡോക്ടർ പേര് സെബാസ്റ്റ്യൻ. ഇനി ആയിരുന്നു കൂക്കിയിട്ടാൽ എഞ്ച പൊരു കോടി വന്നവൻ്റെ പേരെന്നേനു? മുനീർ. മുനീർ. ഇതാടാ യഥാർത്ഥ കേരള സ്റ്റോറി, മനസ്സിലായ? ഇനി എന്നെ സിനിമയെ കാണിച്ച പോലെ ബീഫ് ഞാൻ അണ്ണാക്ക് കുത്തി താത്തുന്നല്ലടാ. മാണ്ടിയൊലിക്ക് തിന്നാ മാണ്ടാത്തൊലിക്ക് തിന്നണ്ട. അല്ലാണ്ട് ഇനിയൊന്നും വിചാരിച്ച പോലെ അല്ലടാ നാളെ കേരളം.
ആ